വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. നമ്മളെ 8ാം ക്ലാസ്സിലെ എല്ലാ വിഷയത്തിൻ്റെയും ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കേട്ടോ. എല്ലാ വിഷയത്തിൻ്റെയും ഒന്നാമത്തെ ചാപ്റ്റർ നമ്മുടെ പുതിയ ടെസ്റ്റ് ആയിരുന്നല്ലോ, അതുകൊണ്ട് 8ാം ക്ലാസ്സിലെ എല്ലാ വിഷയത്തിൻ്റെയും ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ലിങ്ക് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, എടുത്ത് നോക്കണം. ഇത് 2ാമത്തെ ചാപ്റ്ററിൻ്റെ ലിങ്കാവും നിങ്ങളെ എല്ലാ വിഷയത്തിൻ്റെയും 2ാമത്തെ ചാപ്റ്റർ. അന്നേരം ഇംഗ്ലീഷ് അതിനകത്തിലില്ല കേട്ടോ. ഇംഗ്ലീഷ് ഞാൻ എഴുതിയില്ലോ നിങ്ങൾ കേട്ടോ. ഇംഗ്ലീഷ് ഒഴിച്ചാൽ ബാക്കിയുള്ള എല്ലാം ഉണ്ട്. പിന്നെ മാത്സ് ഞാൻ ഇതിനകത്തിൽ എഴുതിയില്ല. അപ്പോൾ ചോദിക്കും പിന്നെ എന്തിനായി എല്ലാം എന്ന് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാത്സ് ഓൾറെഡി നമ്മുടെ ലിങ്കിനകത്തിൽ പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒറ്റ പെട്ടെന്നാണ്ട് ഇത് മാത്സ് ആണ്, മാത്സിൻ്റെ കണക്ക് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല. മാത്സ് എന്ന് വെച്ചാൽ ചെയ്ത് കാണിച്ചെങ്കിലല്ലേ പറ്റത്തുള്ളൂ. അതിന് കുറേ സമയം എടുക്കും. അതുകൊണ്ട് മാത്സ് നമ്മൾ ഓൾറെഡി പാർട്ടായിട്ട് ടെസ്റ്റിൽ ചെയ്തിട്ടേക്കുന്ന കണക്ക് വരെയും ഞാൻ നിങ്ങൾക്കത് നിങ്ങൾ ഒരു ലിങ്ക് എടുത്ത് നോക്കാം, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. ടെസ്റ്റ് അത് ചെയ്തിട്ട് കണക്കാണെങ്കിലും അത് നിങ്ങൾക്കത് എങ്ങനെയാണെന്ന് മനസ്സിലാവുണ്ടാവും നിങ്ങളെ അല്ലേ. ടെസ്റ്റിൽ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട്, അവരത് എളുപ്പവഴിയൊക്കെയാണ് ടെസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ അത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് അറിയണ്ടേ. അതുകൊണ്ട് എല്ലാ കണക്കുകളും നിങ്ങൾ ഏതെങ്കിലും ഒരു ലിങ്ക് എടുത്ത് നോക്കിയാൽ മതി. ടെസ്റ്റിൽ കിടക്കുന്ന കണക്കുകൾ ഉൾപ്പെടെ പേജ് നമ്പറുകൾ നോക്കിയാൽ മതി. എല്ലാം തൂത്തുവാരിയാണ് നമ്മൾ മാത്സിൻ്റെ 3 ചാപ്റ്റർ ഇട്ടിട്ടുണ്ട് കേട്ടോ. 3ാമത്തെ ചാപ്റ്ററിൻ്റെ ഒരു കുറച്ചുകൂടിയുണ്ട്, മൊത്തം ഇടുന്നുണ്ട് കേട്ടോ. അത് കയറി കാണണേ കുഞ്ഞില്ല കേട്ടോ. മാത്സ് ഇംഗ്ലീഷ് ഞാൻ ഇട്ടിട്ടില്ല, ഇംഗ്ലീഷ് 1ാമത്തെ ചാപ്റ്റർ ഇട്ടാണ്, 2ാമത്തെ ഇട്ടിട്ടില്ല. അപ്പം നമുക്ക് നോക്കാം. ഇതുവരെ എഴുതിയെടുക്കാത്തവർ അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല, കാരണം ഇത് നമ്മൾ 1ാമത്തെ പാഠം പനിനീർപ്പൂവ് എന്ന് പറയുന്ന ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ കുഞ്ഞുങ്ങളെ അതിനകത്തിലെ കുറച്ച് മീനിങ് ആണ്. ഞാൻ എളുപ്പം ഇതൊക്കെ അങ്ങ് പറഞ്ഞു പോകാം, കാരണം അത്രയും സമയം. പിന്നെ അതിനകത്തിലെ പൂക്കളെ നിങ്ങൾക്കെൻ കൂപ്പുകൈ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാണ് ഇങ്ങനെ കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അഥവാ സ്ക്രീൻഷോട്ട് എടുക്കുവാണെങ്കിലോ കണ്ടോ. 1ാമത്തെ 2ാമത്തെ അഭിപ്രായ കുറിപ്പ് തയ്യാറാക്കാൻ എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട് കേട്ടോ. അത് ഉറൂബിൻ്റെയും ആശാൻ്റെയും തങ്ങളിൽ കമ്പയർ ചെയ്ത് എഴുതാനാണ് കേട്ടോ. അത് ക്രോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, അതാണ്ട് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. അത് എഴുതിയെടുക്കണേ കണ്ടോ. ഇനി ആസ്വാദനക്കുറിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പനിനീർപ്പൂവിൻ്റെ ആസ്വാദനക്കുറിപ്പാണ് കണ്ടോ. ആസ്വാദനക്കുറിപ്പ് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആൻസറാണിത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കി എത്രയും ചുരുക്കാവോ അത്രയും ചുരുക്കിയാവും നിങ്ങളെ ഞാനിത് എഴുതിയേക്കുന്നത് കേട്ടോ. നിങ്ങൾക്കിത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. ഓക്കെ ആണല്ലോ. ഓക്കെ, അതിൻ്റെ ബാക്കിയാണ് ഇവിടെ നല്ല മഴയാണ് കേട്ടോ. ഓക്കെ, ഇനി 2ാമത്തെ പാഠം കുഞ്ഞുങ്ങളെ താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി. പ്രിയ ASൻ്റെ ആണ് നമ്മൾ ആ പാഠം എഴുതിയതാണ്. നല്ലൊരു പാഠമാണ് അല്ലേ. എനിക്കത് വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ കരച്ചിൽ വരെ വന്ന ഒരു പാഠമാണ്. നിങ്ങളത് വായിച്ചായിരുന്നോ? ആദ്യമായിട്ട് വായിച്ചപ്പോഴേ എനിക്ക് നല്ലപോലെ വിഷമം വന്ന ഒരു കവിതയാണ് അല്ലേ. കണ്ണ് കാണാൻ ഒരു കുട്ടിക്ക് പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെടുമ്പോൾ ഉള്ള ഒരു അവസ്ഥ അല്ലേ. നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നു, നാളെ നമ്മൾ എങ്ങനെയാണ് എന്നൊക്കെ അല്ലേ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പം അങ്ങനെ ഒരു പാഠമുണ്ട് കുഞ്ഞുങ്ങളെ. അതിനെക്കുറിച്ച് മന്ദാരപ്പൂ പോലെ, പെരുമഴയത്തെ ഒരു തുള്ളി പോലെ, അതൊക്കെ എന്താണ് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, പെരുമഴയത്തെ ഒരു തുള്ളി പോലെ, നക്ഷത്രം പോലെ ജ്വലിക്കുന്ന കണ്ണുകൾ, കണ്ടെത്തി എഴുതുക. ഇങ്ങനെ ഇത് ടെസ്റ്റിലെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണ് ഇതൊക്കെ കേട്ടോ. നമ്പർ ഇട്ടിട്ടുണ്ട്, എത്രാമത്തെ ചോദ്യമാണ് എത്രാമത്തെ ഉത്തരവാന്നൊക്കെ നമ്മൾ നമ്പർ ഇട്ട് കണ്ടോ. അടുത്ത അനുതാരയ്ക്ക് കരയണമെന്ന് തോന്നിയത് എപ്പോഴാണ് എന്നൊരു ചോദ്യമുണ്ട്. അനുതാരയ്ക്ക് കരയണമെന്ന് തോന്നിയത് എപ്പോഴാണ്? നീലകണ്ഠനെ കുറിച്ച് എഴുതാൻ. വളരെ ഇമ്പോർട്ടൻ്റ്. ഓരോ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എഴുതാണ്ട്. നീലകണ്ഠനെ കുറിച്ച് എഴുതാൻ, കഥാപാത്ര നിരൂപണം ഒക്കെ ചോദിക്കുമ്പോൾ എഴുതാനുള്ളതാണ്. വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? അതിൻ്റെ ബാക്കിയായത് ഓക്കെ ആണോ? കാരണം യൂണിറ്റ് 1 3 ചാപ്റ്ററാണ് പറയുന്നത് കേട്ടോ. അതിൽ 1ാമത്തെ പനിനീർപ്പൂവ്, 2 താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി, 3ാമത്തെ തിങ്കളാഴ്ച നല്ലൊരു ദിവസം. ഇത് ഞാൻ ഇട്ടിട്ടില്ല കുഞ്ഞുങ്ങളെ. നമ്മുടെ ചാനലിൽ ഇത് ഇപ്പോൾ ആദ്യമായിട്ടാണ്. തിരക്കഥാകൃത്തും സംവിധായകനുമായ പത്മരാജൻ്റെ കാലാതീത രചനകളിൽ ഒന്നാണ് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥ. ജീവിതത്തിലെ നിസ്സാരമായി തോന്നുന്ന ദിവസങ്ങളെയും സംഭവങ്ങളെയും മനുഷ്യബന്ധങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ഈ കഥ കേട്ടോ. അതിനകത്തിലെ പാഠപുസ്തകത്തിലെ 1ാമത്തെ ചോദ്യം നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്ന് തുടങ്ങുന്ന ഒരു വലിയ ക്വസ്റ്റ്യൻ. ഞാനത് ചുരുക്കി എഴുതിയേക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ വായിക്കാം നിങ്ങൾ, കാരണം ഈ പാഠം നമ്മൾ എടുക്കാനുണ്ട്. അമ്മയുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാണ് ആ വീട്. അതുകൊണ്ടാണ് മക്കളെല്ലാം ദൂരസ്ഥലങ്ങളിൽ ജോലിക്കായി പോയിട്ടും അമ്മ അവിടെ തന്നെ താമസിക്കുന്നത്.
ആ വീടിനോടുള്ള അടുപ്പം കാരണമാണ്. താമസിക്കുന്ന പുരയിടവും വീടും മക്കൾക്ക് വിൽക്കണം, വിറ്റ് ഫ്ലാറ്റ് വാങ്ങണം. അമ്മയോടൊപ്പം വന്നു നിൽക്കാൻ, പ്രായമായ അമ്മയെ ഒന്ന് സംരക്ഷിക്കാൻ ആൺമക്കളും പെൺമക്കളും തയ്യാറല്ല. ഗോപൻ അമ്മയെ അറിയിക്കാതെ ആ വീട് വിൽക്കാൻ തീരുമാനിക്കുന്നു. ഇതിന് മൂത്ത മകനായ നാരായണൻകുട്ടിയും കൂട്ടുനിൽക്കുന്നു. മരുമക്കൾ തമ്മിൽ ഒരു ദിവസം സംസാരിക്കുന്നത് ഈ അമ്മ കേൾക്കുന്നതാണ്. എന്താ? അവർ അമ്മയുടെ കാലശേഷം വീട് വിൽക്കുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് ആ അമ്മ മനസ്സിലാക്കുന്നു. ഇതിൽ നിന്നെല്ലാം തൻ്റെ മക്കൾ തന്നെ മനസ്സിലാക്കുന്നില്ലെന്നും അവർ സ്നേഹിക്കുന്നില്ലെന്നും ആ അമ്മയ്ക്ക് മനസ്സിലാകുന്നു. ആ അമ്മയെ അവർ വൃദ്ധസദനത്തിലാക്കാൻ തീരുമാനിച്ചു. കൊച്ചുമക്കൾക്ക് അമ്മൂമ്മ പോകുന്നു എന്ന് മാത്രമേ അറിയത്തുള്ളൂ. എവിടെ പോവാ എന്തു. നിങ്ങൾ ആ കഥ നല്ലപോലെ ഒന്ന് വായിച്ച് മനസ്സിലാക്കണേ. നല്ലൊരു കഥ കേട്ടോ. കാറിൽ കയറാൻ നേരത്ത് ആ അമ്മ മനസ്സിലാക്കുന്നു, എല്ലാവരും കൂടി ചേർന്നാണ് എന്നെ ആ വൃദ്ധസദനത്തിലേക്ക് അയക്കുന്നതെന്നും. അതുകൊണ്ട് കാറിലോട്ട് കയറാൻ നേരത്ത് ഒരു അന്ത്യശാസനം അവർ നൽകി. എന്താണെന്നറിയോ? എന്നെ ഇപ്പം വിടുന്നത് അത് എഴുതിയിട്ടുണ്ടല്ലേ. ഇത് നല്ലൊരു കഥയോ നിങ്ങളെ. ഇത് കഥ നല്ലപോലെ അറിയാവുന്നവർക്ക് ഇതിനകത്തിലെ ക്വസ്റ്റ്യൻ ആൻസർ ഇതിൻ്റെ ചോദ്യത്തിൽ അതുകൊണ്ട് കാറിൽ കയറാൻ നേരത്ത് ഒരു അന്ത്യശാസനം കൊടുക്കുന്ന ആ ചോദ്യത്തിൽ പറയുന്നയോ നിങ്ങൾ പിന്നെ നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത്. ഈ നിലപാട് സ്വീകരിക്കുന്നതിന് അമ്മയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മുടെ ചോദ്യം കേട്ടോ. അപ്പോൾ ആ അമ്മയെ അറിയാതെ ആ വീട് വിൽക്കുന്നതും അമ്മയെ ആരും സ്നേഹിക്കുന്നില്ല, അമ്മയോടൊന്നും പറയാതെ പോലും ശരണാലയത്തിലോട്ട് കൊണ്ടുപോകുന്നല്ലേ വൃദ്ധസദനത്തിലോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ അന്നാവും നിങ്ങളെ പറയുന്നത് നമുക്ക് പോവാം. നിങ്ങൾ ആ സിനിമ കണ്ടായിരുന്നോ? ഇങ്ങനെ ഒരു സിനിമയുണ്ട് കേട്ടോ മമ്മൂട്ടിയുടെ. അപ്പോൾ താമസിക്കുന്ന പുരയിടവും വീടും എല്ലാം എന്ത് ചെയ്തു? നഷ്ടപ്പെടുമ്പോൾ ആ അമ്മയെ ശരണാലയത്തിലാക്കുന്നത് മക്കൾ തന്നെ കൊണ്ടുവിടുന്നതാണ്. അപ്പോൾ കാറിലോട്ട് കയറാൻ നേരം പറയുന്നത്, നിങ്ങൾ എന്നെ കൊണ്ടുവിടുന്നത് കൊള്ളാം, ഇനി എന്നെ കാണാൻ നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് നിങ്ങളെ അങ്ങോട്ട് വരരുത് എന്ന് പറയുന്നത് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആണ് കേട്ടോ. നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് ഇനി അങ്ങോട്ട് വരരുതെന്ന് എന്ന് പറയുന്നതിൻ്റെ ആൻസറാണ് അത്. ആ കഥ നല്ലതുപോലെ നിങ്ങൾ വായിക്കണം കേട്ടോ. ഉണ്ട് ഓക്കെ ആണോ? അടുത്ത കഥാപാത്ര നിരൂപണം. ഇനി ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുഞ്ഞുങ്ങളെ കഥാപാത്ര നിരൂപണം കേട്ടോ. അമ്മയെക്കുറിച്ചാണ്. നോക്കിയേ, ഞാൻ ഈ സെൻറ്റൻസ് മാറ്റിയത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സിനിമയാണ് പി പത്മരാജൻ്റെ തിങ്കളാഴ്ച നല്ല ദിവസം. തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമയിലെ കരുത്തുറ്റ കഥാപാത്രമാണ് ജാനകിയമ്മ എന്ന അമ്മ. സിനിമയെ നയിക്കുന്നതും കഥാഗതിയെ നിയന്ത്രിക്കുന്നതും ജാനകി അമ്മയാണ്. ഈ കഥയിലെ നായികയും അവർ തന്നെയാണ്. ഓക്കെ ആണോ? അത്രയും ഓക്കെ. കഠിനാധ്വാനം കൊണ്ട് മക്കളെ നല്ല ജീവിതത്തിൽ എത്തിച്ച അമ്മ, പശുവിനെയും ആടിനെയും പരിപാലിച്ച് ജീവിതമാർഗം കണ്ടെത്തുന്ന അമ്മ. അവിടെയുള്ള എല്ലാ വസ്തുക്കളും അമ്മയുടെ ജീവിതവുമായിട്ട് ഇഴുകി ചേർന്നിരിക്കുന്നു. ഭർത്താവിനെ ദഹിപ്പിച്ച മണ്ണിൽ ആ വളർന്ന മാവിൻ്റെ തടി കൊണ്ട് തന്നെയും ദഹിപ്പിക്കണം എന്ന് പറയുമ്പോൾ അവർക്ക് ആ ഭർത്താവിനോടുള്ള സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഫ്ലാറ്റ് വാങ്ങിയതിൻ്റെ കടബാധ്യത തീർക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? വീട് വിൽക്കുന്നു അല്ലേ. അമ്മയെ കൂട്ടാൻ മക്കൾ ആരും തയ്യാറാവുന്നില്ല. അവസാനം അമ്മയെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് താമസിക്കുവാൻ ഇവരെല്ലാവരും കൂടി തീരുമാനിക്കുന്നു. പോകുന്നതിൻ്റെ അന്നാണ് അമ്മയോട് ഇത് പറയുന്നത്. ശരണാലയത്തിലോട്ട് പോകുന്ന ആ അമ്മ വെറും കയ്യോടെയാണ് അവിടുന്ന് ഇറങ്ങുന്നതെന്നും തന്നെ തിരക്കി ഒരിക്കലും അങ്ങോട്ടാരും വരരുതെന്നും ആ അമ്മ പറയുന്നു. മരിക്കുമ്പോൾ താൻ വളർത്തിയ ആ മാവിൻ്റെ കൊമ്പുകൾ കൊണ്ട് ദഹിപ്പിക്കണമെന്നും ആ അമ്മ പറയുന്നതായിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ കുഞ്ഞുങ്ങളെ, അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീയെയാണ്. എല്ലാ തരത്തിലും ശക്തയായ ഒരു സ്ത്രീ വ്യക്തിത്വമാണ് ഈ തിരക്കഥയിലെ ആ അമ്മയ്ക്ക് ഉള്ളത്. നിങ്ങൾക്കിനി എന്താണോ ഈ പാഠം വായിച്ചിട്ട് മനസ്സിലാവുന്നത് ആ കാര്യങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്ത് 8ാം ക്ലാസ് അല്ലേ കുഞ്ഞുങ്ങളെ. നമ്മളിപ്പോൾ ഒരാൾ പറഞ്ഞു തരുന്ന മാത്രമല്ല, ടെസ്റ്റ് നല്ലപോലെ വായിക്കാൻ അറിയാവുന്നവർക്ക് ആ കഥ മനസ്സിലാവും. ആ കഥ വൃത്തിയായിട്ട് വായിച്ചിട്ട് നിങ്ങൾ ഇതിനകത്തിലൊക്കെ ഓരോന്നൊക്കെ സെൻറ്റൻസ് കയറ്റി എഴുതണം കേട്ടോ. അതിനകത്തിൽ പിന്നെ എന്ന് പറയുന്നൊരു ഇത് കണ്ടോ നിങ്ങളെ ടെസ്റ്റിനകത്തിലുണ്ടോ നിങ്ങളെ പിന്നെ. അപ്പോൾ അതിനകത്തിൽ ലോകമേ യാത്ര എന്ന് തുടങ്ങുന്ന ഒരു വരിയുണ്ട്. കണ്ടായിരുന്നോ നിങ്ങൾ? പിന്നെ എന്ന് പറയുന്നതിൽ കണ്ടോ, ലോകമേ യാത്ര എന്ന കവിതയിൽ കണ്ടായിരുന്നോ? അതിനെ ആശയങ്ങൾ ക്രോഡീകരിച്ച് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ EV കൃഷ്ണപിള്ളയുടെ ചിരിയും ചിന്തയും എന്ന പുസ്തകത്തിലെ പിന്നെ എന്ന കഥയും ലോകമേ യാത്ര എന്ന സിസ്റ്റർ മേരി ബെനിഗ്നയുടെ കവിതയും ഒരേ ആശയം തന്നെയാണ്. ഇവർ തങ്ങളിലുള്ള ഈ പിന്നെ എന്ന് പറയുന്ന കഥയും ലോകമേ യാത്ര എന്ന് പറയുന്ന കഥയും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെയാണ്. അപ്പുറവും ഇപ്പുറവും ഒരേ കാര്യങ്ങളാണ് അല്ലേ. 2 വശങ്ങൾ എന്നുദ്ദേശിച്ചത് 2ൻ്റെ വില ഒന്ന് തന്നെയാണ് അല്ലേ.
അപ്പം ഇവിടെ സന്യാസിയും പിന്നെ എന്താ കുമാരൻ്റെയും ആ കഥയിലെ കേട്ടോ, സന്യാസിയും കുമാരൻ്റെയും ചോദ്യ ഉത്തരത്തിലൂടെ അവർ എത്തിച്ചേരുന്നത് ഈ ലോകത്തിനപ്പുറത്തുള്ള അദൃശ്യമായ ഒരിടത്തിലേക്കാണ്. ലോകമേ യാത്ര അങ്ങനെ ഒരിടം, അതായത് പരലോകം ഉണ്ടെന്നും അവിടേക്ക് സുഖമായി യാത്ര ചെയ്യണമെങ്കിൽ എന്തെല്ലാം നമ്മൾ ഈ ഇഹലോകത്തിൽ അനുഭവിക്കണമെന്നും ഇതിനകത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ ഈ പരലോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം പറയും നല്ല പ്രവൃത്തി ചെയ്ത് എന്നാൽ സ്വർഗത്ത് പോകും അല്ലേ, മരിച്ചു കഴിഞ്ഞാൽ പോകുന്ന സ്ഥലമാണ് ഈ പരലോകം എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല കാര്യങ്ങളാണ് വേണമെങ്കിൽ നമ്മൾ ഇവിടെ നല്ല പ്രവൃത്തികൾ ചെയ്തെങ്കിലേ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നല്ല കാര്യങ്ങൾ കിട്ടത്തുള്ളൂ അല്ലേ. ലോകമേ യാത്രയിൽ അങ്ങനെ ഒരിടം എന്ന് വെച്ചാൽ പരലോകമുണ്ടെന്നും അവിടേക്ക് സുഖമായി യാത്ര ചെയ്യണമെങ്കിൽ എന്തെല്ലാം നമ്മൾ ഈ ഇഹലോകത്തിൽ അനുഭവിക്കണമെന്നും വ്യക്തമാക്കുന്നു. ലോകമേ യാത്രയിൽ പരലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കുറച്ചുകൂടി വ്യക്തമാക്കുന്നു. ചിരിയും ഓക്കെയാണോ? അത്ര എഴുതിയാൽ മതി നിങ്ങൾ. അത്രയും ഓക്കെയാണോ? ഓക്കെയാണോ? അത്രയും ലോകമേ യാത്ര എഴുതിയെടുക്കണേ. ഓക്കെയാണോ? ഇനി അതിനകത്തിലെ 1 മാർക്കിൻ്റെ ചോദ്യം, ചിരിയും ചിന്തയും എന്ന കൃതിയുടെ കർത്താവ് EV കൃഷ്ണപിള്ളയാണ്. അയ്യോ അമ്മേ, ഇത് സ്വർഗമല്ലേ? ഇവിടെ എന്തിനാവും നിങ്ങളെ അങ്ങനെ പറയുന്നത്? ശരണാലയത്തിൽ ചെന്നപ്പോൾ ആ അമ്മയോട് പറയുന്നത്, അയ്യോ അമ്മേ ഇത് സ്വർഗമല്ലേ, അമ്മയ്ക്ക് ഇവിടെ കഴിഞ്ഞുകൂടായോ എന്ന് പറയുന്നത് അല്ലേ. ശരണാലയം, അത് ആ ടെസ്റ്റ് നല്ലപോലെ വായിക്കുന്നവരാക്കി ഇത് എളുപ്പമാണ് കേട്ടോ. അപ്പം മലയാളം ഫസ്റ്റിൻ്റെ യൂണിറ്റ് 1ൻ്റെ 3 പാഠവും, അതായത് പനിനീർ പൂവ്, താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി, ഇതൊക്കെ എഴുതിയതാരാന്നറിയണേ നിങ്ങളെ കേട്ടോ. ഉള്ളൂർ എസ് പരമേശ്വരയ്യറിൻ്റെയാണ് പനിനീർ പൂവ്. കേരള താളുകൾക്കിടയിലെ അത് പ്രിയ ASൻ്റെയാണ്. പിന്നെ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് പറയുന്നത് ആരുടെയാണ്? നമ്മുടെ പത്മരാജൻ്റെയാണ് കേട്ടോ. അപ്പോൾ അത്രയാണ് മലയാളം ഫസ്റ്റിൽ. ഇനി മലയാളം സെക്കൻഡിൽ കനിവും കരുതലും അല്ലേ, മുരളി നാഗാപ്പുഴയുടെ, ഇത് നമ്മൾ എടുത്തതാണ്. നല്ല ഞാൻ ഓടിച്ചിട്ട് കാണിക്കാം, കാരണം അത്രയും സമയം നമുക്കല്ലെങ്കിൽ. കാരണം 1ാമത്തെ ചാപ്റ്റർ പിന്നെ കുരുവിയും കാട്ടുതീയും, അടിസ്ഥാന പാഠാവലിയുടെ കുരുവിയും കാട്ടുതീയും ഇതങ്ങ് എഴുതണേ നമുക്ക്, അല്ലെങ്കിൽ ബാക്കിയുള്ള വിഷയങ്ങളും കൂടി പറയണ്ടേ. അഥവാ കിട്ടാത്തവരുണ്ടെങ്കിൽ പോസ് ചെയ്തിട്ടിട്ട് എഴുതണേ നിങ്ങളെ. കാട്ടുതീ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ തുടങ്ങുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ആൻസറാണിത്. കഥ എഴുതുമെന്ന് പറഞ്ഞിട്ട് ഈ കഥയിലെ എന്ന് തുടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ, ഞാൻ ഈ ക്വസ്റ്റ്യൻ വാരി വലിച്ച് എഴുതുന്നില്ല, അത്രയും സമയം കൂടെ ലാഭിക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. ക്വസ്റ്റ്യൻ്റെ എല്ലാം ഉണ്ടേ, ഇത്രയും അതിൻ്റെ എഴുതണേ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ചാപ്റ്ററേ ഇതിനകത്തിൽ എഴുതിയിട്ടുള്ളൂ. അടുത്ത നമ്മൾ സയൻസ് ആണ് കേട്ടോ. ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞ് എഴുതിയില്ലെന്ന്. ഇത് മോഷനാണ്. ഫിസിക്സിൻ്റെ 1ാമത്തെ ചാപ്റ്റർ മോഷനാണ്. റെസ്റ്റ് എന്നാൽ എന്ത്, മോഷൻ എന്നാൽ എന്ത്, റഫറൻസ് ബോഡി എന്നാൽ എന്ത്. നമുക്ക് സ്പീഡിൽ പോകാം, കാരണം എല്ലാം ഇല്ലേ. ഞങ്ങളുടെ പേജ് നമ്പർ 24 ഒരു ചോദ്യം കേട്ടോ, പറക്കുന്ന പക്ഷിയെക്കുറിച്ചൊക്കെ നമ്മുടെ ടെസ്റ്റ് ഫില്ല് ചെയ്യാനുള്ളതാണ്. റഫറൻസ് ഒബ്ജക്റ്റ്, അവലംബക വസ്തു, ഡിസ്റ്റൻസ്, ദൂരം എന്താണ്, ഡിസ്റ്റൻസ്. പിന്നെ ഓഡോമീറ്റർ, വേഗം, സ്പീഡ് എന്ന എല്ലാത്തിൻ്റെയും മലയാളവും ഇംഗ്ലീഷും ഉണ്ട് കേട്ടോ. ഡിസ്റ്റൻസ്, ദൂരം എന്താണെന്ന് അറിയണേ കുഞ്ഞുങ്ങളെ. ഓഡോമീറ്ററും സ്പീഡോമീറ്ററും ഉണ്ട് കേട്ടോ. ഇത് ഓഡോമീറ്റർ, സ്പീഡ് എന്താണ്, ഇതൊക്കെ വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ കേട്ടോ. SI യൂണിറ്റ് ഏതൊക്കെയാണ്, മലയാളവും ഇംഗ്ലീഷും ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് സംഭവം പിടികിട്ടും അല്ലേ. 1 കിലോമീറ്റർ എത്താണ്, ഒരു കവർ എത്രയാണ്, അതിൻ്റെ ഒരു കണക്ക് ചോദിച്ചിട്ടുണ്ട്. 5/18 എങ്ങനെയാണ് വന്നതെന്ന് കണ്ടോ, അത് നല്ല കൃത്യമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അതിനകത്തിലെ ഉണ്ട് ഒരു ചോദ്യമായിരുന്നു ഇത്. ഈ ഫിസിക്സ് നമ്മുടെ മാത്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ അതിനകത്ത് കുറേ കണക്കുകളും കാര്യങ്ങളും ഉണ്ട്. സ്പീഡോമീറ്റർ എന്താണ്, അതിൻ്റെ ടെസ്റ്റിനകത്തിലെ ഒരു വർക്ക് ചെയ്യാനുള്ളതായിരുന്നു ഇത്. ഓക്കെ, അടുത്ത സ്പീഡ് എന്താണെന്നും, സ്പീഡ് അല്ലേ, യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡും എന്താണ്, അതായത് സമവേഗവും അസമവേഗവും എന്താണ്, ബലം ഫോഴ്സ് എന്താണ്. ഓക്കെ, അതിൻ്റെ മലയാളം. കോണ്ടാക്റ്റ് ഫോഴ്സ്, സമ്പർക്ക ബലം എന്നാൽ എന്താണ്, സമ്പർക്ക ബലം. സമ്പർക്കരഹിത ബലവും, അതായത് കോണ്ടാക്റ്റ് ഫോഴ്സും നോൺ കോണ്ടാക്റ്റ് ഫോഴ്സും കേട്ടോ. മലയാളം ഇംഗ്ലീഷും ആണോ കുഞ്ഞുങ്ങളെ, വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. ഇനി അതിൻ്റെ ബോക്സിലാണ്ട് ഇങ്ങനെ ഒരു സാധനം കൊടുത്തിട്ടുണ്ടോ, നിങ്ങളുടെ ടെസ്റ്റിനകത്തിലെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളായതെല്ലാം കേട്ടോ. മാംഗോ ഉണ്ട്, കോണ്ടാക്റ്റ് ആണോ നോൺ കോണ്ടാക്റ്റ് ആണോ എന്ന് എഴുതാനുള്ള. ഓക്കെ, ഇനി ഘർഷണ ബലം, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നാൽ എന്താണ്, ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് കുഞ്ഞുങ്ങളെ കേട്ടോ. ഘർഷണ ബലം എന്നാൽ എന്താണ്, ഘർഷണ ബലം. സ്ലൈഡിങ് ഫ്രിക്ഷൻ ഓഫ് റോളിംഗ് ഫ്രിക്ഷനും റോളിംഗ് ഫ്രിക്ഷനും എന്താണ്.
അഡ്വാൻറ്റേജ് ഓഫ് ഫ്രിക്ഷൻ, ഫ്രിക്ഷൻ്റെ ഗുണങ്ങൾ എന്തെല്ലാം, ഘർഷണത്തിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാം. ഡിസഡ്വാൻറ്റേജ് ഓഫ് ഫ്രിക്ഷൻ, അതിൻ്റെ ദോഷങ്ങൾ എന്തെല്ലാം. എന്താണ് ലൂബ്രിക്കൻ്റ് എന്നാൽ എന്ത്? ലൂബ്രിക്കൻ്റ് ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹമാണ് ഗ്രാഫൈറ്റ്. പിന്നെ ഇതൊക്കെ സ്ട്രീം ലൈൻ എന്നാൽ എന്താണ്? അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടോ. സ്ട്രീം ലൈൻ ധാരാരഹിതമാക്കൽ. വേരിയസ് വേസ് ഓഫ് റെഡ്യൂസ് ഫ്രിക്ഷൻ. അത്രയേ ഉള്ളൂ. 23 ക്വസ്റ്റ്യനുകൾ. വളരെ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു നമ്മുടെ മോഷൻ. ഫിസിക്സ് അത്രയേ ഉള്ളൂ. നിങ്ങളെ ഓക്കെ എഴുതിയെടുക്കണേ. ഇനി അടുത്ത കെമിസ്ട്രി. കെമിസ്ട്രിക്കകത്തിലെ മൂലകങ്ങൾ അല്ലെ, എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. അത് ഞാൻ 3-4 പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. ഞാനിത് എളുപ്പം കാണിക്കുന്നെങ്കിലും നിങ്ങളിത് ജോലി ഒതുക്കാൻ വേണ്ടി ഇത് കയറി അങ്ങ് എഴുതിയെടുക്കരുത്. നിങ്ങളെ ഏത് കാര്യവും എന്തുവാന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ എളുപ്പം നോട്ട് എഴുതിയെടുത്തിട്ട് ജോലി ഒതുക്കുക എന്നുള്ളതല്ല. തന്മാത്ര എന്നാൽ എന്ത്, അതിനകത്തിലെ ഒരു എക്സ്പെരിമെൻ്റ് ആയത് കേട്ടോ. വിശദ വിവരമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാർട്ട് 1, 2, 3 കയറി കാണുക. എല്ലാ വിഷയത്തിൻ്റെയും നോട്ട് ഞാൻ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ നിങ്ങൾ എഴുതാഞ്ഞത്. സമയപരിമിതി കൊണ്ടാണ് നമ്മൾ എഴുതാഞ്ഞത് കേട്ടോ. കാരണം കേന്ദ്രീയ വിദ്യാലയത്തിനും CBSEക്കും ഒക്കെ നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സമയം നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് CBSE 1 മുതൽ 10 വരെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അത്രയും പേർക്കും കൂടെ ഇത് ഈ പറയുന്ന പോലെ ക്ലാസ് നടക്കുന്നതുകൊണ്ട് നമുക്ക് എഴുത്തും എല്ലാം കൂടെ നടക്കുന്നില്ല. ആറ്റം എന്നാൽ എന്താണ്? ആറ്റം ഓക്കെ ആണോ? ഈ ആറ്റത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. അതിനകത്തിൽ ഓരോരുത്തരും ഓരോ കാര്യങ്ങളെക്കുറിച്ചാണ് കേട്ടോ. അത് നിങ്ങൾ ആ ലിങ്ക് കയറി കാണണേ കുഞ്ഞുങ്ങളെ. ഇത് കണ്ടാൽ നിങ്ങൾക്കൊന്നും സത്യത്തിൽ മനസ്സിലാവത്തില്ല. ലിങ്ക് കയറി കാണാമെങ്കിൽ ഓരോരുത്തരും ആദ്യമേ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി കണ്ടോ, അതിനകത്തിലൊരു 5 പോയിന്റ് പറയുന്നുണ്ട്. അത് നല്ലപോലെ പഠിക്കുക. ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിക്കകത്തിൽ എന്താ പറയുന്നത്, ഈ ആറ്റം എന്താണ് ഉണ്ടേ, ഇതൊക്കെ എന്തുവാന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വല്ലതും മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഞാൻ നോട്ട് അങ്ങ് കാണിക്കുന്നതാണ്. കാരണം ഇത് എന്താണെന്ന് അറിയണമെന്നെങ്കിൽ നമ്മുടെ ലിങ്ക് കണ്ടെങ്കിലേ പറ്റൂ. ഇത് ഓരോന്നും എന്തുവാ എങ്ങനെയാ എന്നൊക്കെ. ഇതെന്ന് ചുമ്മാ നേരം പോക്കിന് വേണ്ടി നിങ്ങൾ ചിലപ്പോൾ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഫിസിക്സും കണക്കും ഒക്കെ മാത്സും ഒക്കെ നമ്മൾ ആ ലിങ്ക് കണ്ട് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ. എലമെൻറ്റ്സ് എന്താണ്, കോമ്പൗണ്ട്സ് എന്താണ്, അതൊക്കെ തിയറികളാണ്. എന്താണ് മൂലകങ്ങൾ, എന്താണ് കോമ്പൗണ്ട്സ്, ഇതൊക്കെ തിയറികളാണ്. കോമ്പൗണ്ട്സിനും എലമെൻസിനും എക്സാമ്പിൾ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതണം. സിമ്പൽ എന്താണ്, പ്രതീകങ്ങൾ എന്നാൽ എന്താണ്. അതിൻ്റെ ഇംഗ്ലീഷും ഉണ്ട് മലയാളമുണ്ട്. ഇനി ഈ ബേഴ്സിലിയസ് ആണോ കുഞ്ഞുങ്ങളെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് മൂലകങ്ങളെ ആധുനിക സമ്പ്രദായം ഉപയോഗിച്ച് കണ്ടെടുത്തിയത്. പ്രതീകങ്ങളെ ടെസ്റ്റിലെ ഒരു പടത്തിനെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുക. ഇത് നെയിം ദ എലമെൻസുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 20 എലമെൻസിൻ്റെ പേര് പഠിച്ചേക്കണം കേട്ടോ. അതൊക്കെ നമ്മുടെ ചാനലിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ഈ എസ് എന്തോന്ന് മാത്രം, ഇനി അങ്ങോട്ട് AR എന്താണ്, K എന്താണ്, CA എന്താണെന്ന് മാത്രം എത്തണം. അപ്പോൾ അതിൻ്റെ പേരെന്താണെന്ന് നമുക്ക് അറിയണ്ടേ കേട്ടോ. അതുകൊണ്ടാണ് അവിടെ എലമെൻസുകൾ. ഇനി അത് എലമെൻസിനൊക്കെ ഓരോരുത്തരുടെയും പേര് വരാനുള്ള കാരണം എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്, ആവർത്തനപ്പെട്ട ലിക്വിഡ്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ആറ്റങ്ങൾ അല്ലെ. എലമെൻസുകൾ പല വിധമുണ്ട്. മൂലകങ്ങൾ പല വിധമുണ്ട്. സോളിഡും ഉണ്ട്, ലിക്വിഡും ഉണ്ട്, ഗ്യാസ്. അത് ഏതൊക്കെയാണ്? ഒരു 5 എണ്ണത്തിൻ്റെയൊക്കെ പേരൊന്ന് പഠിച്ച് വെച്ചേക്കണേ കേട്ടോ. ഇനി നമ്മൾ കൃത്രിമമായിട്ടുണ്ടായത് ലാബിലൊക്കെ ഉണ്ടാവില്ല, ലബോറട്ടറികളിൽ ഉണ്ടാക്കുന്ന ഒരു 4 എണ്ണത്തിൻ്റെ പേരാണിത്. പിന്നെ ഇനി ഓരോരുത്തരും ഈ ആറ്റത്തെക്കുറിച്ച് നിർവചിച്ചിട്ടുണ്ട്. മൂലകത്തിനെ പല ആൾക്കാർ പല രീതി പറയുന്നുണ്ട് കേട്ടോ. ലാവോസിയ പറയുന്നു, ഡൊബറൈനർ പറയുന്നു. പിന്നെ അതിനെക്കുറിച്ചാണ്ടേ ഇങ്ങനെ പറഞ്ഞു ചെന്തുവാന്ന നിങ്ങൾ ആ ലിങ്ക് കയറി നോക്കാമെങ്കിൽ നിങ്ങൾക്ക് അതെന്താണെന്ന് മനസ്സിലാവും കേട്ടോ. ഞാൻ എടുത്തെടുത്ത് പറയുവാണ്. പിന്നെ ഫിസിക്സും ഒക്കെ നമ്മൾ ആ ലിങ്ക് കയറി കാണണം, എങ്കിലേ അതെന്തുവാന്ന് അറിയത്തുള്ളൂ. മെൻ്റലീവ്സ് എന്താ പറഞ്ഞത്? മെൻ്റലീവ്സ് കണ്ടോ, അദ്ദേഹം പറഞ്ഞത് മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. മെൻ്റലീവ്സിൻ്റെ പീരിയോഡിക്കൽ ലോയുടെ 1 മാർക്കിന് ചോദിച്ചാൽ ഈ ഒരു നിർവചനമായി എഴുതണ്ട കേട്ടോ. മെൻ്റലീവ്സിൻ്റെ പീരിയോഡിക്കൽ ലോ ഉണ്ടേ. പീരീഡ്സും ഗ്രൂപ്പ്സും എന്താണ്? ഇനി അടുത്തതാണ് ഹെൻറി മോസ്ലി. തന്മാത്രയുടെ രാസസൂത്രം, കെമിക്കൽ ഉണ്ടേ. ഇതൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് ആ കണക്ക് കണ്ടെങ്കിലേ മനസ്സിലാവും. അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണമാണ് ഈ ഫസ്റ്റിൽ തരുന്നത് കേട്ടോ. ആദ്യം തരുന്നത് എണ്ണമാണ് കുഞ്ഞുങ്ങളെ കേട്ടോ. മോണോയും ഡൈയും പോളി. സബ്സ്റ്റൻസ്, മോളിക്യൂൾസ്. എൻ്റെ ലാസ്റ്റ് ഓക്കെ ആണോ?
കെമിസ്ട്രി അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ ചാപ്റ്ററാണ് എല്ലാത്തിൻ്റെയും. അടുത്തത് ബയോളജി, ഒറിജിൻ ഓഫ് ലൈഫ്, ഒറിജിനൽ ലിവിങ് തിങ്സ്. പാൻസ്പേർമിയ സിദ്ധാന്തം എന്താണ്, രാസപരിണാമ സിദ്ധാന്തം എന്താണ്, കേട്ടോ. ഞാൻ ഈ സൂം ചെയ്ത് കാണിക്കുന്ന നോട്ട് ഫുള്ള് വരാനാണ്. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, നിങ്ങൾ ഞാനെങ്കിൽ നിങ്ങളത് സൂമിലെടുത്ത് കാണണം കേട്ടോ, കാണാൻ പറ്റുന്നില്ലെങ്കിൽ കേട്ടോ. കാരണം എനിക്കിത് മൊത്തവും കൂടി ഇങ്ങനെ കാണിക്കണമെങ്കിൽ ഇങ്ങനെ കാണിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. സൂചകങ്ങൾ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ നിങ്ങൾ ഈ വായിച്ച് നോക്കുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ മലയാളം കിടപ്പുണ്ട് കേട്ടോ. അർത്ഥം മനസ്സിലാക്കി പഠിക്കണേ നിങ്ങളെ. ഫോർമേഷൻ ഓഫ് ഓഷൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചാപ്റ്ററാണേ. ഒറിജിന് ആദിമ കോശത്തിൻ്റെ രൂപീകരണം എങ്ങനെയൊക്കെയായിരുന്നു. ഇതെല്ലാം ടെസ്റ്റിൽ തന്നിരിക്കുന്ന ബോക്സ് കേട്ടോ. ടെസ്റ്റിലെ ബോക്സ് ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ ടെസ്റ്റിനകത്തിൽ. ഇനി ആ എക്സ്പെരിമെൻറ്റിൻ്റെ ഓരോ സ്റ്റെപ്പുകളും എങ്ങനെയാണ് ദണ്ടിത് അങ്ങ് നോക്കണേ. ഇംഗ്ലീഷുകാർ ദണ്ടിത് നമുക്ക് ആ തന്നിരിക്കുന്ന എക്സ്പെരിമെൻറ്റിൻ്റെ സ്റ്റെപ്പുകൾ മലയാളംകാർ അതിൻ്റെ മലയാളം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്തുവാ സംഭവം. വാട്ട് ആർ അമിനോ ആസിഡ്, അവസാനം ഉണ്ടായത് അമിനോ ആസിഡാന്ന് പറഞ്ഞു. അതെന്താണെന്നാണ് കൊടുത്തേക്കുന്നത്. ആദിമകോശത്തിനുണ്ടായ പ്രിമിറ്റീവ് സെല്ല് ഫോംഡ്, ആദിമകോശത്തിനുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം, അതിൻ്റെ മലയാളമാണ് ആദിമകോശം രൂപപ്പെട്ടാണ്. ഇവിടുത്തെ പ്രോക്യാരിയോട്ടും യൂക്യാരിയോട്ടും ഒക്കെ ഇതൊക്കെ എങ്ങനെയാണെന്നൊക്കെയുള്ള നമ്മുടെ ടെസ്റ്റ് കിടപ്പുണ്ട് കേട്ടോ. എന്നുണ്ടായി, എപ്പോഴുണ്ടായത്, അതിൻ്റെ മലയാളമായത്. യൂക്യാരിയോട്ട് കോശങ്ങളുടെ മുഖ്യ സവിശേഷതകൾ എന്തെല്ലാം. ബാക്ടീരിയയുടെ ഇത് നോക്കണേ നിങ്ങളിത് ഏതൊക്കെ ബാക്ടീരിയകളുണ്ട്. വായുരഹിതവും എയറോബിക്ക്, അൺഎയറോബിക്ക് കണ്ടോ. പിന്നെ പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ കണ്ടോ, നമ്മുടെ ടെസ്റ്റ് കിടപ്പുണ്ട്. എത്ര വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് ആദ്യം ഉണ്ടായത്, അത് കഴിഞ്ഞ് എന്നൊക്കെ അറിയണേ. കണ്ടോ അതിൻ്റെ മലയാളമായത്. കണ്ടേ എന്താണ് കോസ്മിക് കലണ്ടർ. ഇത് നിങ്ങളെ റീഅറേഞ്ച് ചെയ്ത് എഴുതാനോ അല്ലൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് തരും കേട്ടോ. അതൊക്കെ ഏത് കോസ്മിക് കലണ്ടറിലെ കാര്യങ്ങളാണിത്. നിങ്ങൾ എത്രയേ ഉള്ളൂ. ഇനി ലെറ്റേഴ്സസ് ആണ്, അപ്പോൾ അതിൻ്റെ അത്രയേ ഉള്ളേ. ഓക്കെ, അടുത്ത ഇനി സോഷ്യലിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ. പാശ്ചാത്യ വിദ്യാഭ്യാസം ഇന്ത്യക്കാരിൽ ദേശീയത വളർത്തിയത് എങ്ങനെയാണ്. മലയാളം ഇംഗ്ലീഷും ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. ആ എഴുതിയതിൻ്റെ മലയാളമായത്. ഇതാണ് അതിൻ്റെ ഫസ്റ്റിൽ എഴുതേണ്ടത്. അങ്ങനെ എഴുതിയാലും മതി. ഇതില്ല കുക്കറി ഷോ കാണിക്കുന്ന പോലെ എല്ലാം ഇട്ടിട്ട് അവസാനം കണ്ട് ഇതാ ഫസ്റ്റിൽ എഴുതേണ്ടതെന്നല്ല കുഞ്ഞുങ്ങളെ. എക്കണോമിക്ക് കേട്ടോ, നിങ്ങൾക്ക് ആ ലിങ്ക് കണ്ടവർക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് ഓർഡർ. ഇതിപ്പോൾ ഞാനങ്ങനെ ഫസ്റ്റ് താണ്ട കുഞ്ഞുങ്ങളെ നാഷണലിസം എന്നാൽ എന്താണ് ഫസ്റ്റിൽ എഴുതേണ്ടത് കേട്ടോ. ഈ നാഷണലിസത്തിനകത്തിലാണ് തൻ്റെ ഈ 5 എണ്ണം ഉള്ളത്. അതിനകത്തിൽ എക്കണോമിക് പോളിസി എന്താണ്, തൻ്റെ എക്കണോമിക് പോളിസിയാണ് തൻ്റെ ഈ കൊടുത്തിരിക്കുന്നത് ഉണ്ടോ. എക്കണോമിക് പോളിസിയെക്കുറിച്ചാണ് ഈ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ഏതായിരുന്നു, രണ്ടാമത്തെ വെസ്റ്റേൺ എഡ്യൂക്കേഷനാണ് നമ്മൾ ഒന്നാമത് പറഞ്ഞത്. ഇത് നിങ്ങൾ ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എടുത്ത് നോക്കിയാൽ മതി. എല്ലാം അതിനകത്ത് തന്നെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് കേട്ടോ. മൂന്നാമത് എന്താ പറഞ്ഞത്, മൂന്നാമത് ലിറ്ററേച്ചർ ആൻഡ് ന്യൂസ് പേപ്പറിനെ കുറിച്ചാണ്. എന്തുവായാലും ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ തിരിഞ്ഞു പോയെന്നൊന്നും പേടിക്കണ്ട, സംഭവം പഠിക്കുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യന് കേട്ടോ. ഇനി പ്രസ്സിൻ്റെ ഒരു കാര്യമുണ്ടോ നിങ്ങൾ, പ്രസ് അതിൻ്റെ മലയാളമായത്. രാജാറാം മോഹൻ റോയ്, ഇതിനകത്തിൽ കുറേ ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. രാജാറാം മോഹൻ റോയിയെ കുറിച്ച് കണ്ടോ.
അതിൻ്റെ മലയാളമാണിത്. രാജാറാം മോഹൻ റോയിയുടെ ഇംഗ്ലീഷ്, അതും മലയാളം ഇതും. ഇനി ജ്യോതിറാവു ഫുലെ കൂടെ ഇംഗ്ലീഷാണിത്. ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലീഷ് എഴുതണം, മലയാളംകാർ വേണ്ട അതിൻ്റെ മലയാളം. കാരണം മലയാളം കൂടെ എഴുതിയെടുത്ത് പഠിക്കുന്ന വെച്ചാൽ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ, അടുത്തത് പണ്ഡിത രാമാഭായ്. ഇതിൻ്റെ മലയാളം സൂം ചെയ്ത് നോക്കണേ നിങ്ങൾ കേട്ടോ. ഇത് ഞാൻ കാണാൻ വേണ്ടി ഫുള്ള് കാണിച്ചു. ഹൂ പ്ലേഡ് രാജാറാം മോഹൻ റോയിയുടെ കുറേ കാര്യങ്ങൾ, ജ്യോതിറാവു ഫുലെയുടെ എല്ലാം വൺ വേർഡ് ക്വസ്റ്റ്യൻ കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള വൺ വേർഡ് ക്വസ്റ്റ്യനുകളാണ്. ഇനി അവരുടെ കുറേ പ്രസ്ഥാനത്തിൻ്റെ പേര്, ഇത് ഞാൻ മലയാളവും ഇംഗ്ലീഷും എഴുതിയോണ്ട് ഈ കുരുകുരുരാന്ന് നിങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വായിക്കാൻ കട്ടിയുള്ള വാക്കുകളുണ്ട് കുഞ്ഞുങ്ങളെ, അത് ഞാൻ മലയാളത്തിലേക്ക് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എഴുതി വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി കേട്ടോ. അല്ലാതെ നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് എന്തോ പോലെ തോന്നുന്നെങ്കിലും. അടുത്തത് ഇന്ത്യക്കാർക്കിടയിൽ ദേശീയത വളർത്തിയെടുക്കുന്നതിന് ഗതാഗതവും വാർത്താവിനിമയവും എങ്ങനെയൊക്കെ സഹായിച്ചു? ഇത്ര എഴുതുക ചോദ്യം. അടുത്തത് അതിൻ്റെ മലയാളം ഇത്. സോഷ്യൽ കുറച്ചുകൂടെ ഉണ്ടല്ലോ നിങ്ങളെ, സോഷ്യൽ കുറച്ചുകൂടി എഴുതാനുണ്ടായിരുന്നു. അപ്പം ഇത്രയും ബാക്കി നമ്മൾ പാർട്ട്, നമ്മളെ സോഷ്യലിൻ്റെ തന്നെ പാർട്ട് ബാക്കി എന്നും പറഞ്ഞ് വരും കേട്ടോ. പാർട്ട് എങ്ങാണ്ട് 3 or 4 എങ്ങാണ്ട് 3 ആണെന്ന് തോന്നുന്നു അല്ലേ. 8ാം ക്ലാസ്സിൻ്റെ സോഷ്യലിൻ്റെ പാർട്ട് 3 or 2 ആണെന്ന് തോന്നുന്നു അല്ലേ. 3 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ 4 നമ്മൾ ബാക്കി ഇട്ട് പോകും. ഇപ്പോൾ ഇത്ര എണ്ണത്തിൻ്റെ, അതായത് മലയാളം ഫസ്റ്റ് 3 ചാപ്റ്റർ തന്നിട്ടുണ്ട്, മലയാളം സെക്കൻഡ് ഒരെണ്ണം, ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയുടെ എല്ലാത്തിൻ്റെയും ഈ 2 ചാപ്റ്റർ, അതായത് 6 ചാപ്റ്ററിൻ്റെ നോട്ട് നമ്മൾ തന്നിട്ടുണ്ട് കേട്ടോ. ഫിസിക്സ് 2 ചാപ്റ്റർ, കെമിസ്ട്രി 2 ചാപ്റ്റർ, ബയോളജി 2 ചാപ്റ്റർ. പിന്നെ ഇനിയിപ്പം സോഷ്യലിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഫുള്ള് തന്നാണ്. ഇതിൻ്റെ ഒരു ഇച്ചിരിയും കൂടെ ഒരു പാർട്ട് കൂടെ ഉണ്ട്, അത് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. അപ്പോൾ ഇത്രയും നോട്ടും കറക്റ്റായിട്ട് എഴുതിയെടുക്കുക കേട്ടോ. നോട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാവും നിങ്ങളെ എല്ലാം കൂടെ ഒറ്റയടിക്കാൻ കിട്ടി തന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ കണ്ടിട്ട് കമൻറ്റ് ബോക്സിൽ തരണം. നിങ്ങളുടെ നോട്ടൊക്കെ തന്നെ ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഒന്നാം പാർട്ട് 1 കേട്ടോ. അപ്പം നിങ്ങൾ പറയണേ കുഞ്ഞുങ്ങളെ കേട്ടോ, കമൻറ്റ് പറയണേ. മനസ്സിലാവുന്നെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയുക. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.